C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വാട്ട് ഹാപ്പൻഡ് ബേട്ടി? എന്ത് പറ്റി? വിശപ്പില്ലേ? എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല അമ്മ. നോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലേ ഹെൽത്ത് ശരിയാവില്ല. കഴിക്കേ. മോളെ എന്ത് പറ്റി? ഈശ്വരാ, ഇവളെ കുഴപ്പിച്ചോ? ഇവൾക്കാണോ ഇനി ആ ലോട്ടറി അടിച്ചത്? എന്താ മോളെ, എന്താ പറ്റിയേ? എന്താന്നറിയില്ല അമ്മ. രാവിലെ തൊട്ടൊരു മനംമുരുട്ടില്. എന്ത് പറ്റിയമ്മേ? ഡേ, ഇവൾ ഛർദിച്ചെന്നേ. മോളെ, പതിവില്ല നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മേ, ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ കൊണ്ട് ചെയ്തേ. ജ്യോതി, ഒക്കെയാണോ? ബേട്ടി, നീ ഫസ്റ്റ് അടിച്ചോ? ബേട്ടി, ബേബി കമ്മിങ് ആകാറായോ? ദൈവമേ, നശിപ്പിച്ചു. ഇവളെല്ലാം നശിപ്പിച്ചു. ആ ബേട്ടി, നമുക്കേ ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഒന്നും വേണ്ടമ്മേ, ഇത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. ഇതങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാറണമെങ്കിലേ 10 മാസം കഴിയണം. ഇതിനകത്ത് കുഞ്ഞുണ്ടോ? ഒന്ന് പോടി അവിടുന്ന്. ഇതൊന്നും അല്ലാന്ന്. ആണോ അല്ലയോന്ന് ഡോക്ടർ പറയട്ടെ. മരിറ്റിൽ കണ്ണാ, നീ എന്റെ പ്രേയർ കേട്ടു. ബേട്ടി, അമ്മയുടെ സർപ്രൈസ് ഗിഫ്റ്റേ നിനക്ക് തന്നെയാ. ഇതല്ല. ഏ അയ്യോ, താരേ, എന്തു പറ്റി? എനിക്കും ഏതാണ്ട് പോലെ ഛർദിക്കാൻ വരുന്നു. തലയും ചുറ്റുന്നു. അയ്യോ, ഇത് ഒറിജിനലാണോ അതോ? മിണ്ടാതിരിക്കടി. അങ്ങനെ അവളിപ്പോ ബമ്പർ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ വരദാനമാണെന്നാ പറയുന്നത്. ആണായാലും പെണ്ണായാലും ആ കുഞ്ഞ് നല്ല വ്യക്തിയായിട്ട് വളരണം, അത്രേ വേണ്ടൂ. എന്തൊക്കെ സ്വപ്നങ്ങളെ കാണുന്നേ. അതെ, ഇത് പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് പോലും ഡോക്ടർ വന്ന് കൺഫേം ആക്കിയിട്ടില്ല. അതിനു മുമ്പ് ഈ സ്വപ്നം കാണാൻ തുടങ്ങിയോ? മുൻപില്ലാത്ത സ്വപ്നങ്ങളാ ജ്യോതി ഞാനിപ്പോ കാണുന്നത്. ആഹാ, കൊള്ളാലോ. സത്യം, നീ എന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷവും, ഇതുവരെ കാണാതിരുന്ന പല കാഴ്ചകളും കേൾക്കാതിരുന്ന വാക്കുകളും ഒക്കെ എനിക്ക് വല്ലാത്ത സന്തോഷം തരുന്നുണ്ട്. ഏട്ടാ എന്തായാലും ഡോക്ടർ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് മതി ഈ സന്തോഷവും സ്വപ്നം കാണലും ഒക്കെ.
മായേച്ചി എന്താടി? ഫസ്റ്റും പോയി സെക്കൻഡും പോയി. എന്താ പറഞ്ഞ? രണ്ടുപേരും ഛർദിച്ചു. ആര് ഛർദിച്ചു എന്നാ നീ പറയുന്നത്? നീയാണോ ഛർദിച്ചേ? ഞാനല്ല. ദേ, നമ്മൾ സംശയിച്ചത് തന്നെ സംഭവിച്ചു. അമ്മ കൊടുക്കാന്ന് പറഞ്ഞ ലോട്ടറി ജ്യോതി തന്നെ കൊണ്ടുപോകും. ജ്യോതി മാത്രല്ല, താരേച്ചിയും ഛർദിച്ചു. നീ എന്തൊക്കെയാ പെണ്ണെ ഈ പറയുന്നേ? ജ്യോതി ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഛർദിച്ചത്. ഡോക്ടർ ഇപ്പൊ വരും. പക്ഷേ താരേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? താരേച്ചിയുടെ ഛർദില്ലേ എനിക്ക് സംശയമുണ്ടെന്ന്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ലെങ്കിൽ പിന്നെ അപ്പ തന്നെ ഛർദിക്കണോ? രാവിലെ എങ്ങനെ ഛർദിച്ച പോരായിരുന്നോ? അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ഛർദിച്ചൂടായിരുന്നോ? എടി, അതിപ്പോ ഛർദില് വരുമ്പോഴല്ലേ ഛർദിക്കാൻ പറ്റൂ. പിന്നെ അവര് ഒമിറ്റ് ചെയ്തതുകൊണ്ട് അത് പ്രഗ്നൻസി ആണെന്നൊന്നും വിചാരിക്കണ്ട. അല്ലാതെയും ഒമിറ്റ് ചെയ്യാലോ. അല്ല, ഇതൊന്നും അല്ല. ഇത് പ്രഗ്നൻസി തന്നെയാ. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ മായേച്ചി. നീ വിഷമിക്കണ്ട. നമ്മുടെ കാര്യത്തില് ഈശ്വരൻ വിചാരിച്ചില്ല. താമസിക്കാതെ വിചാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റും സെക്കൻഡും ഒന്നല്ലല്ലോ കാര്യം. മായേച്ചി തന്നെയാണോ ഈ പറയുന്നത്? മായേച്ചി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ജ്യോതിക്ക് മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളോട് ജനിക്കുമെന്ന്? എടി, നമ്മൾ അന്നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ ഈശ്വരൻ തരുന്നത് പോലെയല്ലേ പറ്റൂ. ഓരോന്നിനും ഓരോ കാലവും നേരവും ഉണ്ട്, ഓരോ നിയോഗങ്ങളുണ്ട്. അതങ്ങനെയല്ലേ നടക്കൂ. അപ്പോ മായേച്ചിക്ക് ഒട്ടും വിഷമമില്ലേ? വിഷമയില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് ഇപ്പൊ ഉണ്ടായ ഈ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.